വളരെ രുചികരമായിട്ടാണ് ഈ ഒരു കറി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്ക് സബോളയും അതേപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ചതച്ചാണ് കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് മിക്സായി വരണം കേട്ടോ. കാരണം നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു പച്ചക്കറി നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും ക്യാരറ്റും ഇത് രണ്ടും ഞാൻ സ്ക്വയറായിട്ട് ഒരേ വലുപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ വെള്ളമുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പയറും ക്യാരറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ എരിവ് ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരണം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.